ദാമ്പത്യം. ഭദ്ര ഓടിപ്പോകുന്ന നോക്കി അല്പസമയം മാരാർ നിന്നു. കുഞ്ഞമ്മ ഉറക്കെ കരയുന്നുണ്ട്. ആദ്യമായിട്ടാണ് അത്ര ഉച്ചത്തിൽ കുഞ്ഞമ്മ കരയുന്നത്. അവനവിടേക്ക് കയറി ചെല്ലണമെന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അവന് തോന്നി. ഇത്തിരി നേരം അവൻ അവിടെ നിന്ന ശേഷം തിരികെ തൻ്റെ റൂമിലേക്ക് കയറി. എന്നിട്ട് വാതിൽ ചാരിയിട്ടു. ദേവാ, നീ കഴിക്കാൻ വരുന്നില്ലേ? സരസ്വതിയമ്മ ഉച്ചത്തിൽ വിളിച്ചു. പക്ഷെ മാരാർ അത് കേട്ടതായി ഭാവിച്ചില്ല. മറുപടിയിട്ട് കൊടുത്തതുമില്ല. അല്പം കഴിഞ്ഞതും അവൻ വണ്ടിയെടുത്തിട്ട് പുറത്തേക്ക് പോകുന്നതും കണ്ടു. ഈ ദേവൻ ഇത് ആരോട് വാശി തീർക്കും പോലെയാണ് കേട്ടോ. അവൻ്റെ പെരുമാറ്റം നോക്കി. സരസ്വതിയമ്മ അശ്വനോട് പറയുകയാണ്. ഏയ്, അങ്ങനൊന്നും ഇല്ലമ്മേ. ഇതിപ്പോൾ ആശാന് ചില നേരത്തെ യുക്തി കൂടുതലാ. അതിൻ്റെ ചെറിയ ഇളക്കം, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചിരിയോടെ അശ്വിൻ മറുപടി പറയുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ദേവൻ്റെ പെരുമാറ്റത്തിൽ ആളൊരു പാവമായി പോയല്ലോ എന്ന് താൻ ഓർത്തതായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ജലജ ചേച്ചിയുടെ വീതമാണ് അടുത്തത്. എല്ലാവരും പരസ്പരം സംസാരിക്കുന്ന കേട്ട് ഭദ്ര കുഞ്ഞിനെയും മാറോട് ചേർത്ത് ചുവരിൽ ചാരിയിരുന്നു. ഒപ്പം അവളുടെ ചിന്തകൾ തലേ ദിവസത്തേക്ക് പോയി. തലേ ദിവസം വൈകുന്നേരം അശ്വിനും മാരാരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. വാട്സപ്പിൽ ആരുടെയോ മെസ്സേജ് വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും ഭദ്ര അതെടുത്തു നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പർ. പെട്ടെന്ന് ആ നമ്പറിൽ നിന്നും കോൾ വന്നതും ഭദ്ര എടുക്കണോ വേണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചു. ലതിക ചേച്ചി വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ചേച്ചി ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണോ എന്ന് ഭദ്ര പെട്ടെന്ന് ഓർത്തു. അങ്ങനെയാണ് അവൾ ആ നമ്പറിൽ നിന്നും മൂന്നാമത് വന്ന് കോൾ അറ്റൻഡ് ചെയ്തത്. ആരുടെ മറ്റടുത്ത് പോയി കിടക്കുമായിരുന്നടി ചൂലേ നീ. അർജുൻ്റെ ശബ്ദം കേട്ടതും ഭദ്ര പേടിച്ചു വിറച്ചു. എവിടെ പോയടി നിന്റെ രക്ഷകൻ? എന്തായാലും നീ ചെന്നെത്തപ്പെട്ടത് പറ്റിയ മുതലിൻ്റെ അടുത്താണ്. നിന്നെ അവൻ സ്നേഹിച്ചും രക്ഷിച്ചും പരിപോഷിപ്പിക്കും. അനാഥയായിട്ട് പിറന്നെങ്കിലും ഒടുവിൽ പുളുങ്കുമ്പിനെ തന്നെ നിനക്ക് കിട്ടിയ അല്ലടി. കരണം പൊട്ടുമാറി ചീത്ത വാക്കുകളായിരുന്നു പിന്നീട് അർജുൻ ആ പാവം ഭദ്രയെ വിളിച്ചത്. നീ എന്താ കരുതിയേ? ആ മോനെ വിട്ടിട്ട് എന്നെ പേടിപ്പിക്കാമെന്നോ? അതിനാണോടി നീ നിന്റെ ജീവചരിത്രം മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചത്? അവനെ കൊണ്ട് എന്നെ തല്ലിപ്പിച്ചാൽ ഞാനങ്ങ് അടങ്ങിയിരിക്കുമെന്ന് കരുതിയോടി ചൂലേ നീ. വെറുതെ അടി. അവൻ്റെ ദിവസം നീ എണ്ണിയിരുന്നു. തീർത്ത് കളയും ഞാൻ. ഈ അർജുൻ്റെ കൈകൊണ്ട് തീർക്കും. എന്നിട്ട് നീ ആ കുഞ്ഞിനെയും കൊണ്ട് തെണ്ടി നടക്കുന്നത് എനിക്ക് കാണണം. ഏതവൻ്റെ പിറകെ നടന്നുണ്ടാക്കിയതാടി നീ. എന്നിട്ടൊന്നും അറിയാത്ത എൻ്റെ തലയെ വെച്ച് തരാൻ നിനക്ക് യാതൊരു ഉളുപ്പുമില്ലേ? അർജുൻ പിന്നെയും കുറേ ചീത്തവാക്കുകൾ പറഞ്ഞ് ഭദ്രയെ വേദനിപ്പിച്ചു. അവനോട് മറുത്തൊന്നും പറയാതെ അവളെല്ലാം കേട്ടു നിന്നു. ഒടുവിൽ അർജുൻ ഫോൺ വെച്ചു. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചവൻ. അവൻ ദേവദത്തന്മാരാൽ ഇനി ചുവരിലൊരു ചിത്രമായിരിക്കും. ഈ അർജുൻ അവനെ തീർക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം നടന്ന ശേഷമാണ് ഭദ്ര മാരാർ വരാൻ ലേറ്റായപ്പോൾ പേടിച്ചത്. അതുകൊണ്ടാണ് അവൻ വരുന്നതും കാത്ത് അവൾ ഇരുന്നത് പോലും. പക്ഷേ മാരാർ അവളെ തെറ്റിദ്ധരിച്ചെന്ന് ഭദ്രയ്ക്ക് തോന്നി. അതുകൊണ്ടാവും ആൾ അമ്മയോടും അച്ചുവേട്ടനോടും ഒക്കെ ആ രീതിയിൽ സംസാരിച്ചത്. ശരിക്കും ഭദ്രയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് താനെന്ന് അവൾക്കറിയാം. കുഞ്ഞാണെങ്കിൽ 1 മാസം പോലും ആയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി എവിടെയെങ്കിലും ആക്കിയ ശേഷം ഒരു ജോലിക്ക് കയറായിരുന്നു. തൻ്റെ വിധിയോർത്ത് അവൾക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഭദ്രയുടെ മിഴിയിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്ന് പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞമ്മൂൻ്റെ കവളിൽ വീണു. ചെറിയ മയക്കത്തിലേക്ക് വഴുതി വീണ കുഞ്ഞമ്മു പെട്ടെന്ന് കണ്ണു തുറന്നു. ഒരു പ്രത്യേക രീതിയിൽ കുഞ്ഞമ്മു ശബ്ദമുണ്ടാക്കിയതും ഭദ്ര കുഞ്ഞിനെ നോക്കി. ആദ്യമായിട്ടാണ് കുഞ്ഞമ്മു അവളുടെ അമ്മയെ നോക്കി പുഞ്ചിരി തൂകിയ ഒരു നിമിഷം. ഭദ്ര നോക്കിയതും കുഞ്ഞമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുവാണ്. അത്രമേൽ സങ്കടത്തോടെ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ നിന്നിരുന്ന ഭദ്ര ആ പിഞ്ചിളം കുഞ്ഞിൻ്റെ പുഞ്ചിരിയിൽ തൻ്റെ എല്ലാ വേദനയും മറന്നുപോയി എന്നതാണ് സത്യം. കുഞ്ഞമ്മു അവൾ വാവയെടുത്ത് കുറേ ഉമ്മ കൊടുത്തു.
അമ്മയുടെ പൊന്ന്, ഞാൻ ജീവിക്കുന്ന പോലും എൻ്റെ പൊന്നിനു വേണ്ടി മാത്രമാണ്. അമ്മയുടെ പൊന്നിനു വേണ്ടി മാത്രം. നമുക്ക് വേറെ ആരും വേണ്ട, നമ്മൾ രണ്ടാളും മാത്രം മതി. അവൾ അതും പറഞ്ഞ് കരഞ്ഞു. മോളെ ഭദ്രേ, ബീന വിളിക്കുന്ന കേട്ട് ഭദ്ര മുഖം ചിരിച്ച് അവരെ നോക്കി. ആ ചേച്ചി. മോളെ, എന്തു പറ്റി? നീ കരയാണോ കുഞ്ഞെ? ഭദ്രയുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്ന കണ്ട് അവർ ചോദിച്ചു. ഏയ്, ഞാൻ വെറുതെ. അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്തിനാ മോളെ നീ ഇപ്പോൾ വിഷമിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? അവരവളുടെ അരികിലേക്ക് വന്നു. ഒന്നുമില്ല ചേച്ചി, വെറുതെ എന്തൊക്കെയോ ഓർത്തുപോയി. എന്തിനാ നീ ഇങ്ങനെ ഓരോന്നോർത്ത് സമയം കളയുന്നേ? മടിയിലിരിക്കുന്ന ഈ അമ്പോറ്റി കുഞ്ഞിൻ്റെ മുഖമൊന്ന് കണ്ടേ. നിനക്ക് എന്തിനാണ് വേണ്ടാത്ത വിഷമം വരുന്നത് മോളെ? അവർ ഭദ്രയുടെ ചുമലിൽ തഴുകി അവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും സരസ്വതിയും അവരുടെ മുറിയിലേക്ക് കയറി വന്നു. ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായിട്ടാണ് അവരുടെ വരവ്. ഭദ്രയുടെ മുഖം വാടിയിരിക്കുന്നത് സരസ്വതി ശ്രദ്ധിച്ചു. എന്താ മോൾ എന്തിനാ കരയുന്നേ? സരസ്വതി ഭദ്രയെ നോക്കി ചോദിച്ചു. ഏയ്, ഞാൻ കരഞ്ഞില്ലമ്മേ, അമ്മയ്ക്ക് തോന്നുന്നതാ. ഭദ്ര കട്ടിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് എണീറ്റു. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ തോന്നാനോ? ഒന്ന് പോയേ പെണ്ണേ, ഇതെന്തോ ആലോചിച്ച് കരയുമായിരുന്നു. ഞാൻ വന്നിട്ടും ഇത് തന്നെ ഈ കുട്ടിയോട് ചോദിച്ചത്. ബീനയും സരസ്വതിയുടെ കൂടെ നിന്നുകൊണ്ട് സംസാരിച്ചു. എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ഇല്ലമ്മേ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ, ഭദ്ര പെട്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തു പറ്റി? മോൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ അമ്മയോട് പറയാം. അമ്മ ഒന്നുമില്ല, ഈ ചേച്ചി വെറുതെ ഓരോന്ന് പറയുമല്ലേ. അവൾ ബീനയെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. ബീനെ, രണ്ടാളെ ശ്രദ്ധിച്ചോണം കേട്ടോ. വെറുതെ ഭദ്രമോൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതാണ് ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ. ഞാൻ എപ്പോഴും ഇവിടെ കൂടെ തന്നെ ഉണ്ടല്ലോ ചേച്ചി. ഇടം വല്ലം പോകാതെ ഞാൻ കൂട്ടിരിക്കുന്നുണ്ട്. ചേച്ചിക്ക് ആ പേടി വേണ്ട കേട്ടോ. ബീന നോക്കുന്നതിൽ യാതൊരു പോരായ്മയുമില്ലെന്ന് എനിക്കറിയാം. പേടി ഉണ്ടായിട്ടുമല്ല പറഞ്ഞത് കേട്ടോ. എന്നാലും ഈ ഒരു സമയത്ത് വെറുതെ ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ്. സരസ്വതി കാരണസഹിതം വിശദീകരിച്ചു കൊടുത്തു. ഞാൻ നോക്കിക്കോളാം. ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായില്ലേ? ആയി ബീനെ, ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. ഇനി ഞാൻ ഒരാഴ്ച ലീവാ. കല്യാണം ഇങ്ങ് എത്തിയില്ലേ. ഭദ്രയോടും കുഞ്ഞമ്മൂനോടും യാത്ര പറഞ്ഞുകൊണ്ട് സരസ്വതി ഇറങ്ങി. ജലജേ, ദൈവം വന്നെങ്കിൽ ആഹാരം എടുത്ത് കൊടുക്കണേ. അഥവാ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അപ്പുറത്ത് എത്തിച്ചു കൊടുത്തേക്കണേ. സരസ്വതി ഉച്ചത്തിൽ പറയുന്നത് ഭദ്രയും ബീനയും മുറിയിലിരുന്ന് കിട്ടും. ആ ചെറുക്കൻ ഇന്ന് ഇത്തിരി ഇടങ്ങേറാണെന്ന് ബീന പറഞ്ഞതും ഭദ്ര വെറുതെ തലകുലുക്കി. എന്താണോ ദേവന് ഭയങ്കര ദേഷ്യം. ഇന്നലെ കുറേ അടിച്ചല്ലേ മോളെ? എന്തിനായി കൊച്ചൻ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്? ആരോഗ്യം നശിച്ചു പോവില്ലേ? ആര് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഭദ്ര വെറുതെ മൂളി. കാരണം വല്ലതും അറിയാമോ? എന്താ ചേച്ചി? ഭദ്രയ്ക്കൊന്നും പിടികിട്ടിയില്ല. അല്ലെന്നേ, ഇങ്ങനെ കുടിച്ച് നശിക്കുന്ന എന്തിനാണെന്ന് അറിയില്ലേ ചേച്ചി? ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇങ്ങനെ തന്നെ. കഷ്ടമല്ലേ മോളെ? കുഞ്ഞിനെ ഇങ്ങിതാ, ഞാനിത്തിരി ഇളമ്പയിൽ കൊള്ളിച്ചിട്ട് വരാം. ബീന കുഞ്ഞുമൂനെ വാങ്ങി പുറത്തേക്കിറങ്ങി. അശ്വനാരും ഫോൺ വിളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. കല്യാണൊരുക്കങ്ങളൊക്കെ ഇന്നു മുതൽ തുടങ്ങും. അതിനെക്കുറിച്ചായിരുന്നു അവൻ്റെ സംസാരം. അശ്വിൻ സ്റ്റേഷനിലേക്ക് പോകാനായി വണ്ടിയിൽ കയറിയപ്പോഴായിരുന്നു മാരാരുടെ വരവ്. പെട്ടെന്ന് അശ്വിൻ ഒന്ന് സ്ലോ ചെയ്തു. എടാ, നിനക്കിന്ന് കോടതി പോണോ? അവൻ മാരാരോട് വിളിച്ചു ചോദിച്ചു. പോണം. എന്താ? ആ പന്തലിടാനുള്ള ആൾ വരും. ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് സ്റ്റേഷനിൽ പോകണം. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും 2 പോലീസിനെ ഇങ്ങോട്ട് അയക്ക്. അവർ നോക്കിക്കോളും. പുച്ഛഭാവത്തിൽ പറഞ്ഞുകൊണ്ട് മാരാർ അവൻ്റെ കാറകത്തേക്ക് കയറ്റി. അശ്വിന് ചൊറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഡ്യൂട്ടിയിലുള്ള പോലീസ് കേട്ടാലോ എന്ന് കരുതി അവൻ സംയമനം പാലിച്ചു. പോകാം. അശ്വിൻ പറഞ്ഞതും പോലീസ് വണ്ടി മുന്നോട്ടെടുത്തു. ദേവൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയത്. വീണെ അത് കണ്ടുകൊണ്ട് ജലജയോട് എന്നിട്ട് കാര്യം പറഞ്ഞു. അവനെ കഴിക്കാൻ വിളിക്കാൻ വേണ്ടി ജലജ ഇറങ്ങിച്ചെന്നു. മോനെ ദേവാ, കഴിക്കാമായോ? നേരം കുറേയായി. മോന് വിശക്കുന്നില്ലേ? അതോ ഞാൻ ഇങ്ങോട്ട് എത്തിക്കണോ?
പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന മാരാരെ വന്നിട്ട് ജലജ ഉറക്കെ വിളിച്ചു. വന്നോളാം ചേച്ചി, എടുത്തു വെച്ചാൽ മതി. പേപ്പറിൽ നിന്ന് കണ്ണെടുത്തിട്ട് അവൻ പറഞ്ഞു. ആ ചേച്ചി ഇപ്പം തന്നെ എടുത്തു വയ്ക്കാം. പറഞ്ഞുകൊണ്ടവർ തിരികെ കയറിപ്പോയി. എന്നാ പറഞ്ഞു ജലജെ? ബീനയാണ്. ഇങ്ങോട്ട് വരും, എടുത്തു വയ്ക്കാൻ പറഞ്ഞു. അവർ മാരാരുടെ പ്ലേറ്റ് കഴുകി എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് അതിൽ അവന് കഴിക്കാൻ ഭക്ഷണം വിളമ്പി വെച്ചു. മാരാർക്ക് പ്രത്യേകം ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഇവിടെയുണ്ട്. അത് ജലജയ്ക്ക് അറിയുകയും ചെയ്യാം. അത് മറ്റാരും എടുക്കുന്ന പോലും അവന് ഇഷ്ടമില്ല. ജലജ അതിൽ ആർക്കും കൊടുക്കാറുമില്ല. ബീനയോടും അവർ ഇതൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേച്ചി, മാരാർ ഉച്ചത്തിൽ വിളിച്ചതും ജലജ വിളി കേൾക്കും മുന്നേ കുഞ്ഞ് മുറക്കി ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. തുടരും. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കഥ കൊഴുപ്പിക്കാം കേട്ടോ. അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അനിയത്തിയുടെ കല്യാണമാണേ. ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് തിരക്ക്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ.